Doha Stories, brought to you by Asim Technologies. Co-sponsored by Carmel Group. ഏഷ്യനെറ്റ് ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖത്തറിന്റെ നക്ഷത്രം ദോഹ സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദോഹ സ്റ്റോറീസിൽ ആദ്യമായി ഖത്തറിന്റെ പോയ വാര കാഴ്ചകൾ കാണാം. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഖത്തർ ടൈക്വോണ്ടോ, ജൂഡോ ആൻഡ് കരാട്ടെ ഫെഡറേഷൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനായി ഇന്ത്യൻ കരാട്ടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 12-ന് സിമൈസ്മ യൂത്ത് സെന്ററിൽ നടക്കും. ഇതുവഴി കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനായി അവസരം നൽകുകയാണ് ലക്ഷ്യം. ചടങ്ങിൽ ICC പ്രസിഡന്റ് മണികണ്ഠൻ, ICC HR ഹെഡ് അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ISC പ്രസിഡന്റ് നിലാംഷു ഡേ, പ്രസിഡന്റ് ഓഫ് ടൂർണമെന്റ് വിജിൽ പൊയ്യറ എന്നിവർ പങ്കെടുത്തു. 2015 രൂപീകൃതമായ മൊഹമ്മദൻസ് ഖത്തറിന്റെ വിജയകരമായ 3 ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്കു ശേഷം ഖത്തറിലെ പ്രമുഖരായ 12 ജില്ലാ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള പ്രീമിയർ ലീഗ് മുഹമ്മദൻസ് കപ്പ് 2019 എന്ന പേരിൽ വലിയ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഓൾഡ് ഐഡിയൽ സ്കൂളിലെ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ ഈ മാസം 21 മുതൽ 29 വരെ സംഘടിപ്പിക്കുന്നു. 12 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായാണ് ഈ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. MES ഇന്ത്യൻ സ്കൂൾ കിൻഡർഗാർട്ടൻ ഗ്രാജുവേഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മിസ്റ്റർ K. അബ്ദുൽ കരീം, സീനിയർ വൈസ് പ്രസിഡന്റ്, മുഖ്യാതിഥിയായ ചടങ്ങിൽ മിസ്റ്റർ PK മുഹമ്മദ്, ജനറൽ സെക്രട്ടറി, മിസസ് ഹമീദ ഖാദർ, പ്രിൻസിപ്പൽ, മിസസ് നബനി ഭട്ടാചാര്യ, KG സെക്ഷൻ ഹെഡ് മിസ്ട്രസ് എന്നിവർ പങ്കെടുത്തു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഇൻ ഖത്തർ ന്യൂസ് ലെറ്ററും വെബ്സൈറ്റ് ലോഞ്ചും ICC അശോക ഹാളിൽ വിവിധ കലാപരിപാടികളോടുകൂടി നടന്നു. ഏനം അൽ നൈമി, മുഖ്യാതിഥിയായ ചടങ്ങിൽ മേജർ സല സൽമേൽ JS അൽ സുൽത്താൻ, മിസ്റ്റർ അബ്ബാസ് അസീസ്, പ്രസിഡന്റ് IBPC എന്നിവർ പങ്കെടുത്തു.
ഖത്തറിലെ കലാ ആസ്വാദകർക്കായി ഒരുക്കിയ മാണിക്യമലർ എന്ന പരിപാടി പ്രസിഡന്റ് ഷുഐബ് മാഹി ഉദ്ഘാടനം ചെയ്തു. ക്യൂമാസ് നടത്തിയ ദേശഭക്തിഗാന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. തുടർന്ന് നാട്ടിലെ പ്രശസ്ത ഗായകന്മാർ എം.എ. ഗഫൂർ, ആസിഫ് കാപ്പാട് എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. ദോഹയിലെ കലാകാരന്മാരായ റിയാസ് കരിയാട്, ലത്തീഫ് മാഹി, ശിൽപ, ആസിയ, റിലോ, സഞ്ജന മനോജ്, റിയ ജയപ്രകാശ്, നജീബ് കീഴരിയൂർ, വസന്തൻ പൊന്നാനി, ഇസ്മയിൽ എന്നിവരോടൊപ്പം തെയ്യം കലാരൂപമായി സുരേഷ് ആറ്റിങ്ങലും രംഗത്തെത്തി. പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഏഷ്യനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന പരിപാടിയിൽ ദോഹയിൽ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ കലാപരിപാടികളുടെ പ്രസക്ത ഭാഗങ്ങൾ ദോഹ സ്റ്റോറീസിൽ അടുത്തതായി.
Doha Stories, brought to you by Asim Technologies. Co-sponsored by Carmel Group. Impressive. What's your digital address? I mean your web address. വെബ് അഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ട്. Mail ID? സർ PP Usman 123_1998 @yahoo.co.in. നന്നായിട്ടുണ്ട്. Asim Technologies. Think innovative. A leading cloud hosting provider in GCC now offers a complete website package and professional email IDs at affordable prices. For more details, contact sales@azim.com. ജിലേഷൻ വെള്ളം കുടിക്കി. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org. तो आसमां में आमिर तेरे बिना गुजारा ऐ दिल है मुश्किल. ഇന്ന് നമുക്ക് ഒരു ഇൻഡോ തായ് ഫ്യൂഷൻ വിഭവം പരിചയപ്പെടാം. പാൻഡോണാസ് ചിക്കൻ. ആ പേരിലൊരു കൗതുകമൊക്കെ ഉണ്ട് അല്ലേ? ഈ ഒരു വിഭവം നമുക്കായി തയ്യാറാക്കുന്നത് ദോഹയിലെ മുന്തസയിലുള്ള മലബാർ ലൈവ് റെസ്റ്റോറൻറ്റിലെ ഷെഫ് സുഭാഷാണ്. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്ന് കണ്ടാലോ? ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മലബാർ ലൈവ് റെസ്റ്റോറൻറ്റിലാണ്. ഇന്നിവിടെ നമ്മുടെ ഷെഫ് ശ്രീ സുഭാഷ് നമുക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന വിഭവം ഒരു ഇൻഡോ തായ് ഫ്യൂഷൻ വിഭവമാണ്, പാൻഡോണാസ് ചിക്കൻ. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഷെഫിനോട് ചോദിച്ചറിയാം. നമസ്കാരം ഷെഫ്. ഇത് പാൻഡോണാസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ തായ് ലീഫാണിത്. ഇതിൻ്റെ പേരാണ് പാണ്ടൻ ലീഫ്. അങ്ങനെയാണ് പാൻഡോണാസ് ചിക്കൻ എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഷെഫ് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ബോൺലെസ് ചിക്കനാണ്, ലെഗ് പീസാണ്. ബോൺലെസ് ആണ് യൂസ് ചെയ്തത് കൂടുതലും. പിന്നെ ഗാർലിക്ക്, മല്ലിയില, അതിൻ്റെ പേസ്റ്റാണിത്. അതിൽ കൂടെ ഓയിസ്റ്റർ സോസും ചേർത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻറ്റ് അത് മാത്രമേ. അപ്പോൾ ഷെഫ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. നമുക്ക് ബാക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് വരാം. 10 പീസ് പാൻഡോണാസുള്ള ചിക്കനാണിത്. 1/2 കിലോ ചിക്കനാണിത്. അതിനാവശ്യമായ വെളുത്തുള്ളി, മല്ലിയില, ഇത് രണ്ടും കൂടെ ഓയിസ്റ്റർ സോസും കൂടി പേസ്റ്റ് ചെയ്തത് ഇതിലോട്ട് ചേർക്കാൻ പോകും. പേസ്റ്റ് ഏകദേശം 200 ഗ്രാമോളം വരും. ഇതൊരു 10 മിനിറ്റ് ഈ ചിക്കൻ ഇവിടെ നിൽക്കട്ടെ. നമുക്കടുത്ത് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഏകദേശം എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇത് കെട്ടാം.
പാണ്ടൻ ലീഫാണ്. ഇതിൽ കെട്ടണം. ഇത് കെട്ടാൻ സിമ്പിളാണ്. പാണ്ടൻ ലീഫ് ഇട്ടത് കൊണ്ടാണ് പാണ്ടൻ ചിക്കൻ എന്ന പേര് വരുന്നത്. ഇത് നമ്മുടെ മലബാർ ലൈവിലെ സ്പെഷ്യൽ ഡിഷാണ്. ദോഹയിൽ ഇവിടെ മാത്രമാണ് ഈ ഡിഷ് കിട്ടുന്നത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഡീപ് ഫ്രൈ ആണ് വേണ്ടത്. മുങ്ങിക്കിടന്ന് നല്ല ഫ്രൈ ആയിട്ട് വരണം. ഏകദേശം ഒരു 6 മിനിറ്റോളം ഇത് വേണം. നമ്മുടെ പാണ്ടനാസ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയോ? ഏകദേശം റെഡിയായി. നല്ല ഡീപ്പ് ഫ്രൈ ആണ് അല്ലേ? ഫ്രൈ ആണ്. എന്നാലാണ് ഈ ലീഫിൻ്റെ സ്മെല്ല് ചിക്കനിലോട്ട് വരുള്ളൂ. പാണ്ടനാസ് ചിക്കൻ സാധാരണ സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെന്താണ് സോസ് എന്തെങ്കിലും? നമ്മൾ സ്പെഷ്യൽ സോസ് ഒന്നുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാ? ഇത് ശരിക്കും നല്ല ക്രിസ്പി ഫ്രൈഡ് ആവണം തോന്നുന്നു അല്ലേ? ഇത് നമുക്കിപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന പ്രത്യേകം എന്തോ സോസാണെന്ന് പറഞ്ഞു. അത് അല്ലാതെ നമുക്കിപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെയോ അങ്ങനെ വേറെ ഏതെങ്കിലും സോസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും? ഷേഷ്വാൻ സോസ് കൂട്ടി യൂസ് ചെയ്യാം. ട്രൈ ചെയ്യാം. ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. എടുക്കട്ടെ. ചിക്കൻ ഇവിടെ പ്ലേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട്. സോസ് കാണാൻ നല്ല രസമുണ്ട്. പാണ്ടനാസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മലബാർ ലൈവിൽ വന്നിട്ട് ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഷെഫ്. Doha Stories brought to you by Asim Technologies. Co-sponsored by Carmel Group. A new landmark in Qatar for quality healthcare services and affordable care is closer to you at Al Mamoura. Now, Badr Al Sama Medical Center is relocated from Abu Hamur to Halal Street, Al Mamoura. Badr Al Sama Medical Center, Al Mamoura, Doha, Qatar. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of heavy equipments, container transport, manpower supply and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com.
ഇന്ന് പെൺകുട്ടികളിൽ അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അമിത രോമ വളർച്ച. ഇതുമൂലം ആത്മവിശ്വാസം കുറയുക, അതുപോലെ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ അധികമായി വരുന്നൊരു കാലഘട്ടമാണ്. ഇതിനൊരു പരിഹാരമായ ലേസർ ഹെയർ റിമൂവലിനെ പറ്റിയിട്ട് ബദർ അൽ സമ മെഡിക്കൽ സെൻ്ററിലെ ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദേവരാജ് നമ്മളോട് സംസാരിക്കുന്നു. ഹായ്, ഞാൻ ഡോക്ടർ ദേവരാജ് ലക്ഷ്മൺ റാവാണ്, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, ബദർ അൽ സമ മെഡിക്കൽ സെൻറ്റർ, ഖത്താർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ലേസർ ഹെയർ റിമൂവലാണ്. ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ഫേഷ്യൽ അപ്പിയറൻസസ് ഈ സാധനമുണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക്. ഈ അപ്പിയറൻസിൽ ഏതെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫേസ് ഇസ് ദ വൺ തിങ് വിച്ച് ഇസ് പ്രസൻറ്റഡ് ടു എവറിബഡി. പെൺകുട്ടികൾ ഡിപ്രഷനിൽ പോകും, ചില ആൾക്കാർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഐ ഹവ് സീൻ മെനി പേഷ്യൻസ് ഈ പോലെ കോസ്മെറ്റിക് ഡിസ്ഫിഗർമെൻറ്റ് കൊണ്ടിട്ട് സ്കൂളിലെ പെർഫോമൻസ് എല്ലാം കുറയും. കുട്ടികൾക്ക് വളരെ കൂടുതൽ കുട്ടികൾക്ക് ചില ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. ഇത് യൂഷ്വലി എന്താ സാധാരണമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടിട്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് ഹാർമോണലാണ്. ഇതിന് PCOD ഡിസീസ് എന്ന് പറയൂ, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. ഈ കണ്ടീഷനിൽ കുട്ടികൾക്ക് ഒരു ആണിൽ വരുന്നുണ്ട ടെസ്റ്റോസ്റ്റിറോനുള്ള ഹാർമോണ് കുറച്ച് കൂടുതൽ ബോഡിയിലെ സെക്രീഷൻ വരും. ഇതുകൊണ്ടിട്ട് ഈ ഹാർമോണ് ഫേഷ്യൽ ഹെയർ പിന്നെ ബോഡി ഹെയറിന് ഗ്രോത്ത് ചെയ്യിപ്പിക്കൂ. സെക്കൻഡ് മെയിൻ റീസൺ ഈസ് ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി ആണെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്കോ ഇല്ല വേറെ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ കൂടുതൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് ചില മെഡിസിൻ കൊണ്ടിട്ട് ഇങ്ങനെ കൂടുതൽ ഹെയർ വളരാൻ സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇഡിയോപ്പത്തിക് എന്ന് പറയൂ, വേറെ നമ്മൾ ഒന്ന് കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനായിട്ട് കുട്ടികൾ ഹെയർ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കുറേ ടൈപ്പ് പ്രൊസീജിയേഴ്സ് ചെയ്യിപ്പിക്കൂ. മെയിൻലി അവർക്ക് ഈസി ആയിട്ട് തോന്നുന്ന പ്രൊസീജിയറുകൾ ഷേവിങ് ചെയ്യൂ ചില ആൾക്കാർ ത്രെഡിങ് ചെയ്യിപ്പിക്കൂ, ചില ആൾക്കാർ വാക്സിങ് ചെയ്യിപ്പിക്കൂ, ചില ആൾക്കാർ ഇലക്ട്രോലൈസിസ് ചെയ്യിപ്പിക്കൂ. ഈ വാക്സിങ്, ത്രെഡിങ് പിന്നെ ഷേവിങ് ഇതെല്ലാം പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. എത്ര നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും കൂടെ അത് തിരിച്ച് അതേ മാതിരിയില്ല, അതിന് ഏറ്റവും കൂടുതൽ മുടി വളരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോലൈസിസ് ചെയ്യിപ്പിക്കലാൽ ഇത് വളരെ കമ്പർസം പ്രൊസീജിയറാണ്. ഇറ്റ് മേ ടേക്ക് സം 8 to 10 hours. മൊത്തം ഫേഷ്യൽ ഹെയർ കളയാൻ സമയമെടുക്കും. പിന്നെ ഇത് വളരെ പെയിൻഫുള്ളാണ്. ഇപ്പോൾ സയൻസ് കുറേ ഫോർവേഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ ലേസർ ഹെയർ റിമൂവൽ ചെയ്യാൻ പറ്റൂ. ഈ ലേസർ ഹെയർ റിമൂവലിൽ ലേസർ കിരണങ്ങൾ സ്കിന്നിന് പെനട്രേറ്റ് ചെയ്തിട്ട് മുടിയുടെ റൂട്ടിനെ നശിപ്പിക്കും. ഒരു പ്രാവശ്യം മുടിയ റൂട്ട് നശിപ്പിച്ചാൽ അവിടെ മുടി തിരിച്ച് വളരാൻ സാധ്യത വളരെ കുറവാണ്. ലേസർ ഹെയർ റിമൂവൽ ആൾമോസ്റ്റ് പെയിൻലെസ് പ്രൊസീജിയറാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു അപ്പർ ലിപ്പിൽ ചെയ്യണമെങ്കിൽ ഒരു 5 minutes തീരും. ഹോൾ ഫേസ് ചെയ്യണമെങ്കിൽ ഒരു 10 minutes ഈ മൊത്തം ട്രീറ്റ്മെൻറ്റ് തീരും. ഈ പ്രൊസീജിയർ കൊണ്ടിട്ട് നമുക്ക് മിനിമം 4 to 8 സെഷൻസ് ചെയ്യേണ്ടി വരും, 1.5 months അപ്പാർട്ട്. 4 to 8 സെഷനിൽ നമുക്ക് ആൾമോസ്റ്റ് 60% to 90% കംപ്ലീറ്റ് ഹെയർ റിഡക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ കൂടെ ആണ്. ബിക്കോസ് ആഫ്റ്റർ 6 to 8 സെഷൻസ് ദർ ആർ നോ മോർ ഹെയർസ് കമ്മിങ് ബാക്ക് ടു യു. സോ ഈ കോസ്മെറ്റിക് പ്രോബ്ലംസ് എല്ലാം ഇപ്പോഴൊന്നും വലിയ പ്രോബ്ലങ്ങളല്ല. ബിക്കോസ് ഓഫ് സയൻസ് അഡ്വാൻസ്മെൻറ്റ് എല്ലാದಕ್ಕೂ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ നിങ്ങൾ ഡോക്ടറിനെ വന്നിട്ട് നിങ്ങൾ ബന്ധിപ്പിച്ചിട്ട് നിങ്ങളെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ಅದಕ್ಕೆ ಸೊಲ್ಯೂಷನ್ ಗಿಟ್ಟಾನ ಸಾಧ್ಯತೆಯ. ಸೊ ಡೋಂಟ್ ಕೀಪ್ ಯುವರ್ ಹೇರ್ ಗ್ರೋಯಿಂಗ್ ಆ್ಯಂಡ್ നിങ്ങൾ ഡിപ്രഷനോ ഇല്ല സെൽഫ് കുറച്ച് കുറവ് ലോ എസ്റ്റീമോ അങ്ങനെ ആവാതെ പെട്ടെന്ന് നിങ്ങൾ ഉടനെ ഡോക്ടർ കൺസൾട്ടേഷനോ ഡോക്ടർസ് ഒപ്പീനിയൻ എടുക്കുക. പുതിയ കാഴ്ചകളും പുത്തൻ വിശേഷങ്ങളുമായി ദോഹ സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. Doha Stories, brought to you by Asim Technologies. Co-sponsored by Carmel Group.